നമസ്കാരം. ക്രൂഡ് ഓയിലിന് പിന്നാലെ ഇറക്കുമതിയുടെ മൂല്യം പരിഗണിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പ്രതിപക്ഷം ഏകദേശം 1000 ടൺ സ്വർണമാണ് രാജ്യം ഇറക്കുമതി ചെയ്തത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ സ്വർണത്തിനും അനുബന്ധ ഉത്പന്നങ്ങൾക്കുമായി കോടിക്കണക്കിന് ഡോളറാണ് രാജ്യം ചെലവഴിക്കുന്നത്. സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, നിക്ഷേപ താൽപര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്ത് സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഇന്ത്യ പ്രതിവർഷം 800 മെട്രിക് ടൺ വരെ സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഭൂരിഭാഗവും ആഭരണങ്ങളുടെ രൂപത്തിലാണ്. ഇത്രയൊക്കെ സ്വർണം ആവശ്യമായി വരുമ്പോൾ ആഭ്യന്തര ഉൽപാദനം വളരെ കുറവാണ് എന്നതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ആഭ്യന്തര ഉൽപാദനത്തിലെ ഈ സന്തുലിതാവസ്ഥ പരിഹരിക്കാനും സ്വർണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ഖനന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് രാജ്യം വേഗത കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഖനന മേഖലയിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. രാജ്യത്തെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനിയായ ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ഉടൻ തന്നെ പൂർണ്ണതോതിൽ സ്വർണ്ണ ഉൽപാദനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള DGML ആന്ധ്രാപ്രദേശിലെ കർണൂൾ ജില്ലയിൽ ജോനാഗിരി ഗോൾഡ് പ്രൊജക്ട് ഉൾപ്പെടെയുള്ള ധാതു സംബന്ധമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഖനന പ്രവർത്തനം നടത്തുന്നത്. 597 ഹെക്ടറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതിയിൽ ആധുനിക സുസ്ഥിര ഖനന രീതികളോടെ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ സംസ്കരണ പ്ലാന്റുകൾ, ടൈലിംഗ് ഡാമുകൾ, റോഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏക സ്വർണ്ണ ഖനന കമ്പനി കൂടിയാണ് DGML. ആന്ധ്രാപ്രദേശിലെ ജോനാഗിരി സ്വർണ്ണ പദ്ധതി വികസിപ്പിക്കുന്ന ജിയോ മൈസോർ സർവീസ് ഇന്ത്യ ലിമിറ്റഡിൽ കമ്പനിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. ജൂൺ-ജൂലൈ മാസങ്ങളിൽ ഖനി പരിസ്ഥിതി ക്ലിയറൻസുകൾ നേടിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ആവശ്യമായ പാരിസ്ഥിതിക അനുമതി ജൂൺ-ജൂലൈ മാസങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പദ്ധതിക്ക് സംസ്ഥാന തലത്തിലുള്ള അംഗീകാരങ്ങൾ നേടുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ അംഗീകാരങ്ങൾ ലഭിക്കുന്നതോടെ ജോനാഗിരി സ്വർണ്ണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CII ഇന്ത്യ മൈനിംഗ് സമ്മിറ്റിൽ 2025 ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായ ഹനുമ പ്രസാദ് നിർണായകമായ വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. പ്രൊജക്ട് സ്ഥിരതയിലായിക്കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ പദ്ധതിയുടെ സാങ്കേതിക വശങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാധാന്യത്തിലേക്ക് പോകുന്നുവെന്നും അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ. ഉടൻ തന്നെ പൂർണ്ണ തോതിലുള്ള ഉൽപാദനം ആരംഭിക്കുമെന്നും ഇത് കമ്പനിയുടെ വളർച്ചയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ തോതിലുള്ള ഉൽപാദനം ആരംഭിച്ചാൽ പ്രതിവർഷം ഏകദേശം 750 കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കുമെന്നും 2-3 വർഷത്തിനുള്ളിൽ ഇത് 1000 ടണ്ണായി ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വർണ്ണ ഉൽപാദനം ഇന്ന് 1.5 ടണ്ണാണ്. ഞങ്ങളുടെ ഖനി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 ടൺ കൂടി ഉൽപാദനം വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ കുർണൂൾ ജില്ലയിലെ തുഗ്ലി മണ്ഡലത്തിലുള്ള ജോനാഗിരി, എത്രാഗുഡി, പാഗതിറായ് ഗ്രാമങ്ങൾക്ക് സമീപമാണ് ഈ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. വ്യവസായ പ്രമുഖർ 2003 സ്ഥാപിച്ച ഡെക്കാൻ ഗോൾഡ് മൈൻ ലിമിറ്റഡ് ഇന്ത്യയിലും വിദേശത്തും സ്വർണ്ണ ഖനനത്തിൽ മുൻനിരയിലാണ്. ജോനാഗിരി പദ്ധതിക്ക് പുറമെ കമ്പനിയുടെ ഖനന ആസ്തികൾ ഇന്ത്യക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഉപദ്വീപിലും അതോടൊപ്പം തന്നെ കിർഗിസ്ഥാൻ, ഫിൻലാൻഡ്, ടാൻസാനിയ എന്നിവിടങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.